തൂഫാൻ ദ നാർക്കോ ഹണ്ടിന് പിന്തുണ പ്രഖ്യാപിച്ച് കൊച്ചിയിൽ കെ സുധാകരൻ എം പി വിളിച്ച യോഗത്തിൽ ഗുണ്ടകൾ പങ്കെടുത്തതിൽ സംഘാടകൻ വിശദീകരണവുമായി രംഗത്ത് വന്നു. ജീവിതത്തിന്റെ ഭാഗമായി ഗൂണ്ടാപ്പണി കൊണ്ടു നടക്കുന്ന ആരും ഈ കൂട്ടത്തിൽ ഇല്ല എന്നാണ് സംഘാടകനായ സുഹൈൽ ഷാജഹാൻ പറയുന്നത്. യോഗത്തെ വളച്ചൊടിച്ചത് മാധ്യമങ്ങളാണെന്നും സുഹൈൽ ഷാജഹാൻ അഭിപ്രായമുണ്ട്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച തൂഫാനുമായി ബന്ധപ്പെട്ട് അതിന് പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ടാണ് കൊച്ചിയിലെ യുവാക്കൾ കെ സുധാകരൻ എം പിയെ കൊച്ചിയിലുണ്ടെന്ന് അറിഞ്ഞിട്ട് അവർ കാണാൻ വേണ്ടി വന്നത്. അവരെല്ലാം നല്ല ആവേശത്തിലും ഉഷാറിലും നിൽക്കുകയാണ്. ഈ തൂഫാന് പോലീസുമായി ചേർന്ന് ഇതെല്ലാം ഇല്ലാതാക്കി കൊച്ചി ഒരു ക്ലീൻ സിറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദ്ദേശത്തിന് പുറത്ത് വന്നപ്പോൾ ഈ ചാനലുകാർ എന്താണ് ചെയ്തത്? വളരെ മോശമായി ചിത്രീകരിച്ചത് മാത്രമല്ല പല രീതിയിലുള്ള വാർത്തകളും പല കള്ള വാർത്തകളും കൊടുത്ത് നേതൃത്വം കൊടുത്തത് ഞാനാണെന്നുള്ള രീതിയിൽ ചിത്രീകരിച്ച് കണക്കിന് വന്നാൽ എല്ലാവരും കുട്ടികളും കേസിൽ പ്രതിയായിട്ടുള്ളവരൊന്നുമല്ല. മാന്യമായിട്ട് ജീവിക്കുന്നവരും പള്ളിയിൽ പോയി 5 നേരം നിസ്കരിക്കും, മറ്റു കാര്യങ്ങളുള്ളവരുണ്ട്, പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, മറ്റു കാര്യങ്ങളെല്ലാവരും ഉണ്ട്. ഇവർ ഈ വീഡിയോ എടുത്തിട്ട് എല്ലാവരും 100 കണക്കിന് ഇതാണ് മറ്റേ മയക്കുമരുന്ന് കേസിലെ പ്രതിയാണ്, കഞ്ചാവ് കേസിലെ പ്രതികളാണെന്ന് പറഞ്ഞിട്ട്. മേഘന മുരളി ഈ വിവരങ്ങളുമായി ചേരുന്നു. പറയും മേഘന. കെ സുധാകരൻ എം പിയുടെ നേതൃത്വത്തിൽ നടന്ന കൊച്ചിയിലെ ഗുണ്ടായോഗം, അതിൽ ഇന്നലെ തന്നെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം വന്നിരുന്നു. അതിൽ ഈ ഒരു പരിപാടിയെ തകർക്കാൻ, ഓപ്പറേഷൻ തൂഫാനെ തകർക്കാൻ ആരും ശ്രമിക്കരുത്, അതുപോലെ തന്നെ യോഗം വിളിക്കേണ്ടത് സർക്കാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പോലീസ് സേനയോ ആണ് എന്നുള്ളതായിരുന്നു പ്രതികരണം. അതിന് പിന്നാലെയാണ് ഇതിൽ വിശദീകരണവുമായി ഈ യോഗത്തിന്റെ സംഘാടകനായിട്ടുള്ള സുഹൈൽ ഷാജഹാൻ രംഗത്തെത്തിയിരിക്കുന്നത്. യോഗത്തിൽ പങ്കെടുത്തത് ഗുണ്ടകളല്ല, മറിച്ച് ഒരു കൂട്ടം ജനങ്ങളാണ്, യുവാക്കളാണ്. അതിൽ പലരുടെയും പേരിൽ കേസുകൾ ഉണ്ടായിരുന്നു. അതിന് കാരണം രാഷ്ട്രീയത്തിൽ സജീവമായതിന്റെയും രാഷ്ട്രീയ പ്രതിരോധത്തിന്റെയും ഭാഗമായിട്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കെ സുധാകരൻ വിളിച്ചു ചേർത്ത യോഗമല്ല, കെ സുധാകരനെ ആളുകൾ കാണാൻ എത്തിയതാണ്. 20 പേരായിരുന്നു അനുമതി ചോദിച്ചിട്ടുണ്ടായിരുന്നത്, എന്നാൽ അത് 100 പേരായി മാറുകയായിരുന്നു അടക്കമുള്ള വിശദീകരണങ്ങളാണ് നൽകുന്നത്. ഇനിയും ഇത്തരത്തിൽ പോലീസിന് പിന്തുണ നൽകിക്കൊണ്ട് യോഗങ്ങൾ ചേരും, പ്രവർത്തനങ്ങൾ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട നടത്തുമെന്നടക്കമുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. പോലീസിന് മാത്രമായി ഒന്നും ചെയ്യാൻ കഴിയില്ല, അതിൽ യുവാക്കളുടെയും ഇതുപോലെയുള്ള ആളുകളുടെയും സഹകരണമൊക്കെ വേണമെന്നുള്ളതാണ് സുഹൈൽ ഷാജഹാൻ ഇതിനൊരു വിശദീകരണമായി പറയുകയും ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.